ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം. ശിശിരങ്ങൾ കടം വാങ്ങും ഓരോ രജനീയാമം. എങ്ങോ കൊഴിയും നേരം എന്തോ ഹൃദയം തേങ്ങി. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. മിഴിയോരം നിലാവലയോ പനി നീ മണിയോ കുളിരോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയോ നീ ഇളം പൂവേ. എൻ്റെ പേര് രോഹിണി ഉണ്ണികൃഷ്ണൻ. ഞാൻ നാട്ടിൽ തൃശ്ശൂരാണ്, പക്ഷേ വളർന്നത് മണിപ്പാലാണ്, കർണാടകത്തിൽ. ഇപ്പോൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ മ്യൂസിക്കൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ഐ തിങ്ക് വളരെ പണ്ടേ, വളരെ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഞാൻ പാട്ട് പാടിയിരുന്നു. അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ട്യൂൺ ആരെങ്കിലും പാടിയിരുന്നെങ്കിൽ എനിക്കത് ബ്രേക്ക് ഡൗൺ ചെയ്ത് അത് സ്വരങ്ങളാക്കി പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇതുപോലെ ഇങ്ങനെ പാട്ട് പെർസ്യൂ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇത് കണ്ടിട്ടാണ് അച്ഛനും അമ്മയും അതെ കുറേ പാട്ട് വീട്ടിൽ ഇഷ്ടംപോലെ പ്ലേ ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ പാട്ട് അത്രയും പിക്കപ്പ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ബിഗിനിങ് ഐ തിങ്ക് ഫസ്റ്റ് മ്യൂസിക് ലെസൺസ് തുടങ്ങിയത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്ന ഒരു സ്കൂളിൽ ഒരു മാസ്റ്ററുടെ അടുക്ക പോയി പഠിച്ചിരുന്നു. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്തില്ല, അത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ആ മാഷ്ക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും വിളിച്ച് പറഞ്ഞു എന്നെ ഈ കുട്ടി ടാലൻറ്റഡ് ആണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പക്ഷേ എങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളത് അവിടെ നല്ല ഗുരു കണ്ടുപിടിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. സോ ഇറ്റ് വാസ് ലിറ്റിൽ ടഫ് ഇൻ ദ ബിഗിനിങ്. പിന്നെ ഞാൻ കർണാട്ടിക് തുടങ്ങി. ഉടുപ്പിയിൽ നിന്നൊരു മാഷ് മണിപ്പാലിൽ വന്ന് പഠിപ്പിച്ചിരുന്നു ഞങ്ങളുടെ വീട്ടിൽ. അങ്ങനെ വോക്കൽ കർണാട്ടിക് ഞാൻ പഠിച്ചു തുടങ്ങി. അപ്പോൾ എനിക്ക് ഒരു വയലിൻ ഗിഫ്റ്റായി കിട്ടി. അങ്ങനെ വയലിൻ ക്ലാസ്സസ് തുടങ്ങാൻ വേണ്ടി അച്ഛനും അമ്മയും അന്വേഷിച്ചു. വയലിൻ ടീച്ചേഴ്സിനെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല ടീച്ചേഴ്സിനെ കിട്ടാൻ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് എനിക്ക് ലാൽഗുഡി ജയറാമൻ സാറിൻ്റെ ഒരു ഡിസൈപ്പിൾ ഹൊസഹള്ളി വെങ്കട്രാമൻ സർ, ഷിമോഗയിലുള്ള ഒരു മാഷാണ്, ഉടുപ്പി വരെ വന്ന് പഠിപ്പിച്ച് പോയിരുന്നു എല്ലാ വീക്കെൻഡിലും. അങ്ങനെയാണ് വയലിൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ ഒരു ഫോർമൽ ട്രെയിനിങ് കിട്ടിത്തുടങ്ങിയത് ഹൊസഹള്ളി വെങ്കട്രാമൻ സാറിൻ്റെ ഇടയ്ക്ക് നിന്നാണ്. അങ്ങനെ എല്ലാ വീക്കെൻഡിലും ഞാൻ ഉടുപ്പിയിൽ പോയി പഠിച്ച് അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു എൻട്രി ആയിരുന്നു പഠിപ്പിക്കല്. അങ്ങനെ പഠിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഒരു CCRT, അതായത് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിന് ഞാൻ പോയി വായിച്ചു, സ്കോളർഷിപ്പ് കിട്ടി. അപ്പോൾ അതും കൂടി ആയപ്പോൾ അച്ഛനും അമ്മയും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ പാട്ട് കുറച്ചും കൂടി കൂടുതൽ പഠിച്ചു തുടങ്ങി. പിന്നെ ചെന്നൈയിൽ പോയി ഞാൻ ഇത് ലാൽഗുഡി ജയറാമൻ സാറിൻ്റെ ഡിസൈപ്പിൾസിൻ്റെ അടുക്ക് പദ്മാശങ്കർ മാം, ശ്രീനിവാസമൂർത്തി സാർ, പിന്നെ പാക്കല രാമദാസ് സാർ, അങ്ങനെ
കുറച്ച് ഗുരുക്കന്മാരുടെ ഇടയ്ക്കൊക്കെ പഠിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. കുറച്ച് പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിൽ. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ പാട്ടും പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ ലാൽഗുഡി ജയറാമൻ സാറിൻ്റെ തന്നെ വേറെ ഒരു ഡിസൈപ്പിൾ ഒരു പ്രാവശ്യം ഒരു ഡാൻസ് ഡ്രാമയ്ക്ക് പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ കൂടെ പാടി. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അതുവരെ എനിക്ക് പാട്ടിന് പെർഫോമൻസ് ഞാൻ അധികം ചെയ്തിട്ടില്ല. എനിക്കൊരു സപ്പോർട്ടിങ് റോളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും അത് കുറച്ചൊരു എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഒരു ഡാൻസ് ഡ്രാമയ്ക്ക് പാട്ട് പാടി. 27 ഇയേഴ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക് വന്നു. അതിന് ശേഷം വലിയൊരു ബ്രേക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഐ തിങ്ക് ഫോർ അബൌട്ട് 8 or 9 ഇയേഴ്സ് വയലിൻ തൊട്ടിട്ടില്ല, പാട്ട് പാടിയിട്ടില്ല. വലിയൊരു ബ്രേക്ക് വന്നു. അതോടുകൂടി എൻ്റെ കോൺഫിഡൻസ് പോയി. അതിൽ തിരിച്ചു വരാൻ കുറേ സമയമെടുത്തു എനിക്ക്. പിന്നെ കല്യാണം കഴിഞ്ഞ് US-ലായിരുന്നു. അവിടെ പിന്നെ എങ്ങനെയാണ് ഇതിലേക്കുള്ള എൻട്രി എന്നൊന്നും എനിക്ക് വലിയ പിടിയുണ്ടായിരുന്നില്ല. കുറച്ച് ശ്രമിച്ചു, പിന്നെ അധികം അതിൻ്റെ പിന്നാലെ നടന്നുമില്ല. പിന്നെ കുട്ടിയായി, തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നു. പിന്നെ കുട്ടി വലുതാവണ വരെ അധികം അങ്ങനെ പറ്റിയില്ല. പതുക്കെ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് തിരിച്ചൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം പാട്ടിലെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഒരു ദിവസം ഈ സോഷ്യൽ മീഡിയയിലും അതിലുമൊക്കെ ഇങ്ങനെ കുറേ പെർഫോമൻസിൻ്റെ ഫോട്ടോസും ഓരോരുത്തരുടെ ഗ്രൂപ്പ്സിലുള്ള വീഡിയോസും അങ്ങനത്തെയൊക്കെ ഓരോന്ന് കണ്ടിട്ട് എനിക്കൊരു മോഹം തോന്നിയിട്ട് ഞാനൊരു ആളെ കോൺടാക്റ്റ് ചെയ്തു. അവരെന്നെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു. അങ്ങനെ എനിക്ക് കുറച്ച് ആൾക്കാരെ കോൺടാക്റ്റ് കിട്ടി. അതിലൊരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഒരു ഒറിജിനൽ വർക്ക് ഉണ്ട്, അപ്പോൾ അതിൽ വായിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പോയി വായിച്ചു. അത് റിലീസായില്ല ഫോർ സം ഇഷ്യൂസ്, കുറേ ഇഷ്യൂസ് ഉണ്ടായി അതിൽ. അത് റിലീസായില്ല. പക്ഷെ അത് വലിയൊരു റീ എൻട്രി ആയിരുന്നു എനിക്ക്. വെരി ബിഗ് റോൾ ഇൻ മൈ ലൈഫ് മ്യൂസിക്കിൻ്റെ അതിൽ. അപ്പോൾ അത് ചെയ്ത് റിലീസായില്ല എന്നുണ്ടെങ്കിലും എനിക്ക് വേറെ പല കോൺടാക്ട്സ് മതി എന്ന് കിട്ടി. അങ്ങനെ കുറച്ച് കാലം ഞാൻ ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തിരുന്നു. പെർഫോമൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്തു. പിന്നെ ഇതുപോലെ പരിചയപ്പെട്ട ഒരാൾ ഒരു ഗ്രൂപ്പിൽ ഇതുപോലെ ഇങ്ങനെ ഒരു പോയംസ് എഴുതുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ പോയംസ് എഴുതി അത് എന്നോട് കമ്പോസ് ചെയ്യുമെന്ന് ചോദിച്ചു. അത് ഒരു ഇംഗ്ലീഷ് പോയമായിരുന്നു. അത് സാൻസ്ക്രിറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് എന്നോട് കമ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനതൊരു കർണാട്ടിക് സ്റ്റൈലിൽ അത് കമ്പോസ് ചെയ്തു. കമ്പോസ് ചെയ്തതിന് ശേഷം നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. ബിക്കോസ് ദാറ്റ് വാസ് ഐ തിങ്ക് ഫസ്റ്റായിട്ട് ഞാനായിട്ട് കമ്പോസ് ചെയ്തൊരു വർക്കായിരുന്നു. അത് എക്സൈറ്റിംഗ് ആയിരുന്നു. അങ്ങനെ ചെറുതായിട്ട് പാട്ടിലേക്ക് തിരിച്ച് വരാൻ തുടങ്ങി. അങ്ങനെ അത് കമ്പോസ് ചെയ്തു. അത് റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ബട്ട് അത് റിലീസ് ചെയ്യും. കുറച്ച് സമയമെടുക്കും, ബട്ട് അങ്ങനെ അത് ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഈ സോഷ്യൽ മീഡിയയിൽ പാട്ടൊക്കെ വായിച്ചിടാറുണ്ടായിരുന്നു, സിനിമാ പാട്ട്. അതൊന്നും അത്രയും സീരിയസ് ആയിരുന്നില്ല ചെയ്തിരുന്നത്. അങ്ങനെ കുറേ പോസ്റ്റ് ചെയ്താണ് ഒരു ദിവസം ഒരു ബാൻഡിലുള്ള ഒരാൾ എന്നെ കോൺടാക്റ്റ് ചെയ്തു. അങ്ങനെ എനിക്ക് അവരുടെ എന്തോ ഒരു വർക്കിന് വേണ്ടി എന്നെ കൊണ്ട് വയലിൻ വായിപ്പിച്ചു. അപ്പോൾ എനിക്ക് ആ ബാൻഡിലേക്ക് ഒരു എൻട്രി കിട്ടി. അങ്ങനെ ഈ ബാൻഡിൽ കയറിയതിന് ശേഷം കുറച്ച് പെർഫോമൻസസ് കിട്ടിത്തുടങ്ങി. അങ്ങനെ കുറച്ചൊരു അതും വലിയൊരു റോളാണ്. ഇപ്പോൾ ചെറുതായിട്ട് പെർഫോമൻസസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യണത് കൂടുതൽ ഒറിജിനൽ വർക്ക്സിലാണ്. ഇപ്പോൾ ആരെങ്കിലും എൻ്റെ അടുക്ക വയലിൻ വായിച്ചു തരാനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ അതിന് ഞാൻ ചെയ്തു തുടങ്ങി ഇപ്പോൾ. അങ്ങനെ റീസെൻ്റായിട്ട് ഒരു സായി സങ്കൽപ്പ് എന്ന് പറഞ്ഞൊരു 14 വയസ്സായ ഒരു വെരി ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കൂടെ എനിക്കൊരു കവർ ചെയ്യാൻ പറ്റി. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അത് ഭയങ്കര ഒരു എൻകറേജിങ് ആയിരുന്നു. ரகுவரனே
అనుదినము